നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുമായിട്ട് നിങ്ങൾക്കൊരു വിവാഹ യോഗമുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ഈ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുമായി നിങ്ങൾക്ക് വിവാഹയോഗമുണ്ടോ എന്നാണ്. അപ്പോൾ അതിൽ യെസ് അല്ലെങ്കിൽ നോ ആണ് ഈ കാർഡ്സ് നമ്മളോട് പറയാൻ പോകുന്നത്. അപ്പോൾ യെസ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ കല്യാണം നടക്കുന്നതിന് വല്ല പ്രശ്നങ്ങളുണ്ടോ, അവയെ എങ്ങനെ തരണം ചെയ്യാം, അതാണ് യെസ് വന്നാൽ. നോ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് കാരണം നോക്കും, എന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കും. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഏത് കാർഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പോൾ എൻ്റെ റീഡിംഗ് കാണാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവരും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, അതുപോലെ പുതിയതായിട്ട് കാണാൻ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, തുടങ്ങാം. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡാണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, നമുക്ക് നോക്കാം. ഭഗവാനെ എന്തൊരു ഡിലേ ഉള്ള പോലെ അല്ലേ, കാർഡ്സ് വരുന്നേ ഇല്ല, ഒന്നും വീഴുന്നില്ല. സാധാരണ നമ്മൾ ഒന്ന് രണ്ട് എല്ലാം കൂടെ വീഴും. അപ്പോൾ ഇത് ആരോ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ പോലെ. നോക്കട്ടെ, നമുക്ക് ഏതായാലും ഷഫിൾ ചെയ്യാം, കിട്ടുന്നവരെ. വരുന്നില്ല കാർഡ്. ഓക്കെ, വന്നിട്ടുണ്ട്. എവിടെയോ കാർഡ് മറിഞ്ഞു. കുറച്ചൊരു ഇതുള്ള സിറ്റുവേഷൻ ആണല്ലോ ഇത്. കാരണം കാർഡ് വരാൻ കുറേ നേരമായി. അത് കഴിഞ്ഞിട്ടോ കാർഡ്, മറിഞ്ഞ കാർഡ് വരുന്നില്ല. മനസ്സിലാവുണ്ടോ? ഈ ഒരു കാർഡാണ് മറിഞ്ഞത്. അപ്പോൾ ലോർഡ് ഗണേശയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. ആകെ ഒരു കാർഡേ മറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൽ പറയുന്നത് എംബ്രേസ് എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിപ്പോൾ ബ്ലോക്കായിട്ട് കിടക്കുകയാണെങ്കിൽ എംബ്രേസ് ദ പ്രോസ്പെക്ട് ഓഫ് എ ഫ്രഷ് ബിഗിനിങ്. അപ്പോൾ ഒരു പുതിയ തുടക്കം അതാണ് ഉദ്ദേശിക്കുന്നത്. ആസ് ലോർഡ് ഓഫ് ഗണേശ ഹാസ് എഫക്റ്റീവ്ലി ക്ലിയർഡ് അവേ ഓൾ പ്രീവിയസ് ഒബ്സ്റ്റക്കിൾസ്, പേവിങ് എ ക്ലിയർ പാത്ത് ടു സക്സസ്. അപ്പോൾ ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ബ്ലോക്കായിട്ട് കിടക്കുകയോ നിൽക്കുക എന്തോ, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിലെല്ലാം നിങ്ങൾ പലതരത്തിലെ ആൾക്കാരോട് സംസാരിച്ചു, എല്ലാ തരത്തിലും നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പം നിങ്ങളെ ഒരു എത്തും പിടിയിൽ കിട്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് ഗണപതി ഭഗവാൻ പറയുന്നത്. ഞാൻ വഴിയല്ല, നിങ്ങളുടെ വഴിയെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒന്നും കൂടെ ട്രൈ ചെയ്തോളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ കുറേ നേരം ഷഫിൾ ചെയ്തിട്ടാണ് കിട്ടിയത്. അത് നല്ലൊരു കാർഡാണ്. അപ്പോൾ ആദ്യത്തേത് യെസ് ആണോ നോ ആണോ നോക്കാം കേട്ടോ. നിങ്ങൾ തമ്മിലൊരു വിവാഹ ജീവിതം പോസിബിൾ ആണോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. യെസ് ആണോ നോ ആണോ? യെസ് ആണിത് കേട്ടോ. അപ്പോൾ
യെസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്രയും പ്രശ്നങ്ങളുണ്ട്? അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന എന്തെങ്കിലും പ്രാരാബ്ദം, എന്തെങ്കിലും ഇതൊരു ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ റീകൺസിലിയേഷൻ, പിന്നെ ഹോപ്സ് ആൻഡ് ഡിസയേഴ്സ്, അതൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷയാണ്, ഒരു വഴികാട്ടിയാണ്, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇത് രണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞ പുതിയൊരു തുടക്കം കേട്ടോ. അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നില്ല. നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് പ്രതിബന്ധങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇതാണ് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. ഇത് യെസ് വന്നതുകൊണ്ടാണ് നമ്മൾ പ്രതിബന്ധങ്ങളും ഇതെങ്ങനെ മറികടക്കാൻ പറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തോ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ വഴിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. എന്ത് പ്രതിബന്ധമാണ്? ഒരു ഇത് പബ്ലിക് റെക്കഗ്നിഷൻ ആണ്. ഇത് നിങ്ങൾ കുറേ ഫൈറ്റ് ചെയ്തതാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നതിൽ ചിലർക്ക് ആർക്കൊക്കെയോ നിങ്ങൾ ചെറുപ്പം തൊട്ടേ ഒപ്പം കളിച്ച് വളർന്നവർ, അല്ലെങ്കിൽ ഒപ്പം പഠിച്ചവരോ ഒപ്പം ജോലിയുള്ളവരൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഒരുമിക്കുന്നതിൽ പലർക്കും ഇഷ്ടമില്ലായ്മയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളോടുള്ള അസൂയ കൊണ്ടായിരിക്കാം കേട്ടോ. കാരണം നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരുമയാണ്, ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് മാജിക് ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് കുറേ പേരുടെ ഒരു ശാപമൊക്കെ ഉള്ള പോലെയാണിത് കാണിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യും. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ യോജിക്കാൻ പാടില്ല. നിങ്ങൾ തമ്മിലല്ല പ്രശ്നം, നിങ്ങൾ ചുറ്റുമുള്ളവർക്കാണ് പ്രശ്നം. ചിലപ്പോൾ ഒപ്പം ജോലിയിൽ ചെയ്യുന്നവർക്കായിരിക്കാം, ചിലപ്പം ഒപ്പം ബന്ധുക്കൾക്കായിരിക്കാം, സുഹൃത്തുക്കൾക്കായിരിക്കാം, അയൽവാസികൾക്കായിരിക്കാം. മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങൾ ഒത്തുചേരുന്നതിൽ ഭയങ്കര പ്രശ്നമുള്ള കുറേ പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് പ്രതിബന്ധങ്ങൾ ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെയും വരും പ്രശ്നങ്ങൾ. പിന്നെ അവസാനം നിങ്ങളിപ്പോൾ ഒരു മടുത്തിട്ട് എന്തെങ്കിലും ആവട്ടെ, വരുന്ന പോലെ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കാനുള്ളത് പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് വന്ന് പറഞ്ഞത് നിങ്ങളോട്, നിങ്ങൾ തുടങ്ങിക്കോളൂ രണ്ടാമതെന്ന്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പോസിറ്റീവിതും നിങ്ങൾക്കുണ്ട്. പക്ഷേ ആരോ മനഃപൂർവ്വം നിങ്ങൾക്ക് പണി തരുന്ന പോലെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് പലരും. ഇത് നിർത്തണം, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളോട് പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തമ്മിൽ, അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ശരിയാവില്ല, നിങ്ങൾ നിർത്തണം. ബന്ധുക്കൾ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരിടയ്ക്ക് നിങ്ങളത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെയും നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ തമ്മിൽ പിന്നെയും തിരിച്ചു വരും, പോകും, തിരിച്ചു വരും. ഇപ്പോൾ ബന്ധുക്കൾ ഒരാളോട് പറയുമ്പോഴത്തേക്ക് ഒരാൾ അടുത്ത് വരുമ്പോൾ മറ്റേയാളുടെ ബന്ധുക്കൾ അയാളെ പറഞ്ഞ് തിരിച്ച് അകറ്റിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ, കാരണം നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ട്, നിങ്ങൾക്ക് വിട്ടു പോകാൻ പറ്റില്ല രണ്ടുപേരിൽ നിന്നും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകും, വേണ്ടാന്ന് വെക്കും, പിന്നെയും തിരിച്ചു വരും, വേണ്ടാന്ന് വെക്കും, പിന്നെയും തിരിച്ചു വരും. കാരണം നിങ്ങൾ തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾക്ക് തമ്മിൽ അധികം എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ വളരെ യോജിപ്പോടെ പോകുന്ന രണ്ടുപേരാണ്. 2 ഓഫ് കപ്സ് എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് ചെയ്യുന്ന രണ്ടുപേരാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള രണ്ടുപേരാണ് നിങ്ങൾ. പല പ്രാവശ്യം മുടക്കി പിരിഞ്ഞു. അതും തേർഡ് പാർട്ടി കാരണോ അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ബന്ധുക്കളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അകലും അടുക്കും. ലാസ്റ്റ് നിങ്ങൾ അകന്നപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് പോയത്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരാൾ ഞാൻ വിവാഹം കഴിക്കില്ല, ഇതോടെ മതി എനിക്ക്, ഇനി ഇപ്പം റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് പോയിട്ടുണ്ടാവാം. ഇവിടെ അക്വേറിയസ് കാണിക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് അക്വേറിയസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ വെർഗോ പൈസസ് ആണ് കാണിക്കുന്നത്. ഭയങ്കര അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും വിട്ടു പിരിയാൻ, കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടു പോകുന്നില്ല. നിങ്ങളൊരു വളരെ ചെറുപ്പം തൊട്ടേ
രണ്ടുപേരും ഒപ്പം വേണമെന്ന് തീരുമാനിച്ച രണ്ടുപേരാണിത്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ നിങ്ങളോട് ഇത്ര ദേഷ്യം? നിങ്ങൾ യോജിക്കാൻ പാടില്ല. ഇത് നിങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ടവരാണോ? അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ പുറത്തുള്ള പ്രതിബന്ധങ്ങളാണ് ഈ കാണിക്കുന്നത് മൊത്തം. ഇതെങ്ങനെ മറികടക്കും? നിങ്ങളത് നമുക്ക് ചോദിച്ചു നോക്കും ഭഗവാനെ. ഇത് നിങ്ങളെങ്ങനെ മറികടക്കും? നിങ്ങൾ തമ്മിൽ വിവാഹം പോസിബിൾ ആണ്, വിവാഹം നടക്കും, പക്ഷെ പ്രതിബന്ധങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെ മറികടക്കും നിങ്ങൾ? പിന്നെ ഈ സ്റ്റാർ കാർഡ് കണ്ടോ? 1, 2, 3. ഇത് ഭയങ്കര ഇതാണ്, പോസിറ്റീവ് കാർഡാണിത്, യെസ് കാർഡാണ്. അപ്പോൾ പല പ്രാവശ്യം ഈ കാർഡ് വരുന്നുണ്ടോ? എങ്ങനെ ഇതാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് വലിയൊരു ബേർഡൻ ആണ് നിങ്ങളുടെ തലയിൽ വന്നേക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ അകന്ന് നിൽക്കുന്നതും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചേക്കുന്ന എല്ലാവരുടെയും ആശീർവാദത്തോടുകൂടെ വിവാഹം കഴിക്കണം, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വാശിക്ക് നിൽക്കുകയാണ് ഇവരെല്ലാവരും വാശിക്കാണ്. നിങ്ങളുടെ സന്തോഷമൊന്നും ആരും നോക്കുന്നില്ല, ഇവരുടെ സന്തോഷമാണ് ഇവർ നോക്കുന്നത്. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള സങ്കടമൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ ദൈവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ മുമ്പോട്ട് പൊക്കോളൂ, ഇനി ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ എന്താണ് ഇതെങ്ങനെ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊരു സ്റ്റാർ കാർഡാണ്, വഴികാട്ടി. അപ്പോൾ നിങ്ങളുടെ ഈ എന്താ പറയുക, നിങ്ങളുടെ ഈ ഭാരം അത് ഒരു അവസാനത്തിൽ ഇതിങ്ങനെ ഭാരം ചുമന്ന് അവസാനം നിങ്ങൾ ഇല്ലാതാവും. അത് പാടില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ പ്ലാനിങ് തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്നിട്ട് സീക്രട്ടായിട്ട് തുടങ്ങണം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഇപ്പം ഇവർ ഫോഴ്സ് ചെയ്ത് നിങ്ങളെ വേറെ ആരെങ്കിലും കൊണ്ട് വിവാഹം നടത്തിക്കാൻ നോക്കും. അതിന് പകരം നിങ്ങൾ തമ്മിൽ രഹസ്യമായിട്ട് നോക്കട്ടെ. ഇവിടെ മദർ ഓഫ് വോൺസ് ഉണ്ട്, മദർ ഓഫ്. അപ്പോൾ അമ്മ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളെ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ വട്ടാക്കുകയാണ്. സീക്രട്സ് ആണ്, എല്ലാവരും സീക്രട്ടാണ് വെക്കുന്നത് നിങ്ങളിൽ നിന്ന്. ഇവർക്ക് മൾട്ടീരിയർ മോട്ടീവ്സ് ഉണ്ട്, ഇവർ ആരോടും പറയുന്നില്ല എന്താന്ന്. മനസ്സിലായി? ഇത് പലരും ഒത്തു കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചിലർക്ക് നിങ്ങളെ പെൺകുട്ടിയെ ആരെങ്കിലും വേറെ അവരുടെ ഇഷ്ടമുള്ള ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുണ്ട്. ആൺകുട്ടിയെ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ മക്കളോ ആരെങ്കിലുമൊക്കെ ഇവർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വരുമെന്ന്. ഇവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടും, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അതുപോലെ ആരും ഇവർക്ക് അറിയില്ലായിരുന്നായിരിക്കും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. പക്ഷെ ഇവരും പലർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, സീക്രട്ടായിട്ടാണ് വാക്ക് കൊടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ്. അപ്പം അത് അവരുടെ ബന്ധങ്ങളെ പ്രശ്നങ്ങളുണ്ടാവും ബന്ധങ്ങളിൽ. അതുകൊണ്ടാണ് ഇവർ സമ്മതിക്കാത്തത്. പക്ഷെ നിങ്ങൾ തമ്മിൽ ലവേഴ്സാണ്, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ്, നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 2 അമ്മമാരുണ്ട് കേട്ടോ. ഒരെണ്ണം ക്വീൻ ഓഫ് വോൺസും ഒരെണ്ണം ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അമ്മമാരെയാണ് പറഞ്ഞ് പാട്ടിലാക്കേണ്ടത്. അമ്മമാരെയാണ് ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും, വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടനോ അച്ഛനോ ആരോ ഉണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരമ്മ 2 സ്ഥലത്തും പറയുന്നുണ്ട്. മനസ്സിലായി? 2 പേർക്കും വേണ്ടി നിൽക്കുന്നുണ്ട്. വീട്ടുകാരുടെ ഇത് നോക്കുന്നുണ്ട്, മക്കളുടെ ഇത് നോക്കുന്നുണ്ട്. ഒരമ്മ ഒറ്റയായിട്ട് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ സ്നേഹമുണ്ട്, ഇല്ലയെന്നല്ല, അത് ജോലിയുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടിയവരാണ്, അവർക്ക് കാര്യബോധം ഉള്ളവരാണ്. മറ്റിത് വീട്ടമ്മയാണ്. അപ്പം ഇതിൽ സ്വാധീനിക്കാൻ സൗകര്യമുള്ള വീട്ടമ്മയല്ല, വീട്ടമ്മയെ ബന്ധുക്കളെല്ലാം കൂടെ അടക്കി വെച്ചേക്കുകയാണ്. ഈ ജോലിക്ക് പോകുന്ന അമ്മയോട് സംസാരിക്കുക, മനസ്സ് തുറന്ന് 2 പേരും സംസാരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം പറയുക. അപ്പോൾ ഈ അമ്മയെ ചെന്ന് മീറ്റ് ചെയ്യണം. ഇത് ആരുടെ അമ്മയാണ്? പയ്യൻ്റെ അമ്മയാണോ പെൺകുട്ടിയുടെ അമ്മയാണോ എന്നറിയില്ല. എന്തായാലും അവരെ ചെന്ന് മീറ്റ് ചെയ്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ കാര്യം നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ ഉള്ളൂ നിങ്ങൾക്കൊരു പോംവഴി. ബാക്കി എല്ലാവരും എതിരാണ്. അമ്മമാർക്ക് ഇതിനകത്ത് ദേഷ്യമൊന്നും ഇല്ലെങ്കിലും വീട്ടുകാർ പറയുന്ന അനുസരിച്ച് പോകാൻ ബാധ്യസ്ഥയായ ഒരു അമ്മയുണ്ട്. മറ്റേ അമ്മ ചിലപ്പോൾ അച്ഛനില്ലാത്ത ഭർത്താവ് മരിച്ചുപോയൊരു അമ്മയാണ്. അപ്പോൾ അമ്മയാണ് മകളുടെയോ മകൻ്റെയോ എല്ലാ കാര്യം തീരുമാനിക്കുന്നത്. ബന്ധുക്കളെല്ലാം ഉണ്ട്, ചിലപ്പോൾ അമ്മാവന്മാരോ അമ്മായിമാരോ ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്.
പക്ഷേ ഈ അമ്മയ്ക്ക് കുറച്ചും കൂടെ മകൻ്റെ കൂടെയോ മകളുടെ കൂടെ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ അമ്മയോട് രണ്ടുപേരും ചെന്ന് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാലേ ഇവിടെ ഒരു സൊല്യൂഷൻ കാണുള്ളൂ. അല്ലെങ്കിൽ ഇതങ്ങനെ തന്നെ നീണ്ടു പോകും കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ റീഡിങ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ശുഭം കാണിക്കുന്നത്. നല്ലൊരു കാര്യം. ജെമിനായി, ക്യാൻസർ, അക്വാരിയസ് ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും ഇവിടെ അക്വാരിയസ് വരുന്നുണ്ട്. ഇതും അക്വാരിയസ് ആണ്. പിന്നെ ഉള്ളത് വെർഗോ, പൈസസ്, ക്യാൻസർ, പിന്നെയും അക്വാരിയസ് തന്നെ. എന്തായാലും ആദ്യത്തെ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ റീഡിങ്. നല്ല റീഡിങ് ആയിരുന്നു. രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഇതാണ് യെസ് ഓർ നോ ആണ് ക്വസ്റ്റ്യൻ. നമ്മൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുമായിട്ട് നിങ്ങൾക്കൊരു വിവാഹയോഗമുണ്ടോ എന്നാണ്. അതിൻ്റെ യെസ് ഓർ നോ ആണിത്. നമുക്ക് ആദ്യം ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് യൂണിവേഴ്സിനോട് ചോദിക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, ഇവിടെ ഭാങ്ങാണ് കാണിക്കുന്നത്. ഭാങ്, അഡിക്ഷൻ. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അഡിക്ഷനാണ്. ഭൗതിക ജീവിതവുമായിട്ടുള്ള ഭയങ്കര അഡിക്ഷൻ, ഒബ്സഷനാണ് ഉള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ, റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇവിടെ ഒരു കല്യാണ യോഗം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. യെസ് ആണോ നോ ആണോ വരുന്നത്? യെസ് ആണ് വരുന്നത്. നിങ്ങൾ തമ്മിൽ വിവാഹ യോഗമുണ്ട്. ഇത് പെട്ടെന്ന് ക്വിക്കായിട്ട് കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡള്ളായിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഇവിടെ. ഇപ്പോൾ വ്യത്യാസങ്ങളില്ല. ചിലപ്പോൾ ഒരു കല്യാണാലോചന വന്നതായിരിക്കും, എന്നിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കും, പിന്നേതായിരിക്കും അത് നീണ്ടു പോകുന്നു. ഓരോ കാര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ കല്യാണ പന്തൽ കിട്ടുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, പൈസ ഒക്കുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടിട്ട് ഇത് ചിലപ്പോൾ ഒന്ന് ഡള്ളായിട്ട് ഇരുന്നായിരിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ രണ്ടുപേര് തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കര ഒബ്സഷൻ ആയിരിക്കാം. ഈ പേഴ്സൺ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ. യെസ് ആണ് കാണിക്കുന്നത്. എന്തായാലും കല്യാണ യോഗമുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. കല്യാണം നടക്കുമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് ചോദിക്കാം. അപ്പോൾ യെസ് വന്ന സ്ഥിതിക്ക് ഇവിടെ പ്രതിബന്ധങ്ങളുണ്ടോ? എന്താണ് പ്രതിബന്ധമായിട്ട് വരുന്നത്? ഇവിടെ എന്താണ് പ്രതിബന്ധങ്ങൾ വരുന്നത്? എന്ത് പ്രതിബന്ധങ്ങളാണ് വരുന്നത്? നിങ്ങളിൽ ഒരാൾ, ഇതിപ്പോൾ ചില ആൺകുട്ടികൾക്ക് ഭാര്യമാർ ജോലി ചെയ്യണ ഇഷ്ടമല്ല. അപ്പോൾ അതൊരു പ്രശ്നമാകുന്നുണ്ട്. ചിലപ്പോൾ ഒരാൾ ജോലി അബ്രോഡായിരിക്കാം, ഫോറിനിലായിരിക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ജോലിയായിരിക്കും. പക്ഷേ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയാണ്, അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് ചിലപ്പോൾ പയ്യൻ്റെ വീട്ടുകാർക്ക് ട്രാൻസ്ഫർ ഉള്ള ജോലി ആയതുകൊണ്ട് പയ്യൻ്റെ വീട്ടുകാർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ബാക്കിയെല്ലാം കുഴപ്പമില്ല, ജോലിയുടെ കാര്യത്തിലൊരു പ്രശ്നമുള്ള പോലെ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രതിബന്ധിച്ച് ഇതെല്ലാവരും ഒരേ ടീമായിട്ട്, പെൺകുട്ടികൾ അങ്ങനെ, ഞങ്ങളുടെ തറവാട്ടിലെ പെൺകുട്ടികൾ ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് ശമ്പളം കൊണ്ടു തരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ പയ്യൻ്റെ വീട്ടിലുള്ള പോലെ. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളാവാം പയ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടിയാവാം, ആരാണ് കാണണമെന്ന് വെച്ചാൽ. അപ്പോൾ പക്ഷെ നിങ്ങളുടെ ജോലി കളയാൻ റെഡിയല്ല. നിങ്ങൾ ഫൈറ്റൊന്നും ചെയ്യുന്നില്ല, പക്ഷെ കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ്. വളരെ പഠിച്ച് ട്രെയിനിങ്ങിനെല്ലാം കോച്ചിങ്ങിനെല്ലാം പോയി കിട്ടിയ, വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ്. അപ്പോൾ അതൊരു കളയുക, അത്രയും കഷ്ടപ്പെട്ട്, അപ്പോൾ അതിനൊരു വിലയില്ലാതായി പോവില്ലേ?
ചിലവാക്കിയ പൈസ, ചിലവാക്കിയ അതിനകത്ത് വേണ്ടി പരിശ്രമിച്ച സമയം, എനർജി, ഇതിനൊക്കെ നിങ്ങൾ ഭയങ്കര വില കൊടുക്കുന്ന ആളാണ്. നിങ്ങളപ്പോൾ വളരെ കാൽക്കുലേറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടത്തുക. നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട് ജീവിതത്തിൽ. പണ്ട് മുതലുള്ള, ചിലപ്പോൾ നിങ്ങളുടെ അമ്മ വർക്ക് ചെയ്യുന്നതായിരിക്കാം, എന്തായാലും പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ജോലിക്കാരി ആവണം എന്നുള്ളത്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം പെൺകുട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പെൺകുട്ടിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെയധികം ഒപ്പീനിയൻ ഉള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ വഴക്കടിക്കുകയോ നമ്മളുടെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയോ, വളരെ സോഫ്റ്റായിട്ട് വളരെ ഒതുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പെൺകുട്ടി പലരോടും പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് ജോലി കളയാൻ പറ്റില്ല എന്ന്. അപ്പോൾ നിങ്ങളൊരു പയ്യനാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയും കൊണ്ട്, വീട്ടുകാരൊക്കെ എതിർത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണ് ജോലിയുള്ളത്. കാരണം ജോലിയുള്ളതെന്ന് പറയുമ്പം ചിലരോട് സംസാരിക്കുമ്പോൾ ചിലർ പറയുന്നത് ജോലിയുള്ള ഭാര്യയാണെങ്കിൽ അധികം വീട്ടിലിരുന്ന് മുഷിയില്ല, അവൾക്ക് അവളുടേതായ ജീവിതമുണ്ട്, പിന്നെ അവളുടേതായ പൈസയുണ്ട്, ഞാനായിട്ട് അവളുടെ എല്ലാ കാര്യം നോക്കേണ്ടി വരുന്നില്ല, പിന്നെ പരദൂഷണം കുറയുന്ന ഒരാളോട് പറഞ്ഞു ആൾക്കാരോട് സംസാരിക്കാനൊന്നും സമയമില്ല. അപ്പം അങ്ങനത്തെ ഒരു, അതുമല്ല കൂടുതൽ എക്സ്പോഷർ വരുമ്പോൾ വൈഫ് മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ എഡ്യൂക്കേഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് ആൺപിള്ളേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു എനർജിയാണോ നിങ്ങൾ? അതോ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിൽ നിന്ന് നിങ്ങൾ ആ ഒരു എനർജി പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ പേഴ്സൺ ഇപ്പോഴേ നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോഴേ കല്യാണത്തിന് മുമ്പേ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ, അപ്പോൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട്. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ബന്ധുക്കളെല്ലാം പറഞ്ഞ് മാറ്റിയെടുക്കാം. പ്രശ്നങ്ങൾ ഇതാണ് വരുന്നത്. ജോലിയാണ് പ്രശ്നം മെയിനായിട്ട്. അപ്പോൾ ജോലിക്ക് പോകണ്ട, അതുമല്ല എബ്രോഡാണ് ട്രാൻസ്ഫർ കിട്ടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പ്രൈവറ്റ് ജോബാണെങ്കിൽ, വൈഫിന് പെർമനൻറ്റ് ജോബാണെങ്കിൽ ആ ജോലി കളയണ്ട, നല്ലതാണല്ലോ. കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് ഉണ്ടാവും, കിട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പെൻഷനും അതും ഇതുമൊക്കെ. അപ്പോൾ എന്തിനാ കളയുന്നത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെഡിയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സൊല്യൂഷൻ, പ്രതിബന്ധം കാണിക്കുന്ന വൈഫ് വേറെ ഭർത്താവ് വേറെ താമസിക്കേണ്ടി വരും, കുട്ടികളൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു തർക്കം ഇവിടെ വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അതാണ് ഇവിടെ ജോലിയാണ് മെയിനായിട്ട് പ്രശ്നമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ജോലിയില്ലാത്തൊരു പെൺകുട്ടിയെ വേണമെന്ന് പയ്യൻ്റെ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോലിയുണ്ട്, വീട്ടുകാരിപ്പോഴും നിർബന്ധത്തിലാണ് ജോലിയില്ലാത്ത പെൺകുട്ടി വേണമെന്ന്. പക്ഷേ നിങ്ങൾ അടുത്തത് കൊണ്ട് ജോലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമല്ല, വീട്ടുകാർക്കാണ് പ്രശ്നം. അപ്പോൾ ഈ ജോലിയുടെ പ്രശ്നം കൊണ്ടൊരു അൺഹാപ്പിനെസ് ഇവിടെ വരുന്നുണ്ട്. അതാണ് വീട്ടുകാർക്ക് പ്രശ്നമായിട്ടുള്ളത്. 4 of Swords എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊരു സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കല്യാണാലോചനകളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ കുട്ടിയെ മതി, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നിങ്ങളെ മതി. പക്ഷെ അവളുടെ ആ സ്റ്റാൻഡ് വിടുന്നില്ല. എന്ന് വെച്ചാൽ അവൾ പറയുന്നതിൽ കാര്യമുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് കോമ്പറ്റീഷനൊക്കെ ഉള്ളതാണ്. നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടില്ലല്ലോ. ഇന്നത്തെ കാലത്ത് അറിയാം, ഗവൺമെൻറ് ജോലിയായിരിക്കും ചിലപ്പോൾ, നല്ല പൊസിഷനിലുള്ള ജോലിയാണ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി അത് കളയുക എന്ന് പറയുമ്പോൾ അതിനൊരു വിലയില്ലാത്ത പോലെ, അവളുടെ ജോലിക്കൊരു വിലയില്ലാത്ത പോലെ അല്ലേ? അവൾ ഇത്രയും വില കൊടുക്കുന്ന ജോലിക്ക് നിങ്ങൾ വില കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് പോകും. അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രതിബദ്ധം. നിങ്ങളുടെ വീട്ടുകാർ ഇവിടെ മൂവിങ് ഓൺ, 2 സ്ഥലത്തും മൂവിങ് ഓൺ ആണ്. അപ്പോൾ വീട്ടുകാർ പറയുന്നത് ഇത് വേണ്ടാന്ന്, പക്ഷെ നിങ്ങൾ രണ്ടുപേരും വിടാൻ റെഡിയല്ല. മനസ്സിലായോ? അപ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് നിങ്ങളുടെ വീട്ടുകാർക്ക്, പക്ഷെ നിങ്ങൾ വിടാൻ റെഡിയല്ല. അപ്പം അവർ പറയുന്നത് ഇത് വേണ്ട, നമുക്ക് വേറെ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവർ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒബ്സസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇതിന്ന് വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വേറെ നോക്കിക്കോന്ന്, പെണ്ണിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെണ്ണിൻ്റെ നിങ്ങളോട് ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വേറെ കല്യാണം ആലോചിച്ച് നടക്കില്ല എന്ന്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ട പോലെയാണ്. പക്ഷെ നിങ്ങൾക്ക് റീകൺസിലിയേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ പേഴ്സണിൻ്റെ കൂടെ തന്നെ രണ്ടുപേരും തമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ജീവിക്കണം എന്ന്, ഒരുമിച്ച് ജീവിക്കണം എന്ന്. ഇതെങ്ങനെ ഈ കടമ്പ എങ്ങനെ ചാടിക്കടക്കാം? നമുക്ക് നോക്കാം. ഇത് കടമ്പ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഭഗവാനെ?
അൺകണ്ടീഷണൽ ലവ് ആണ്. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, അൺകണ്ടീഷണൽ ലവ് ആണ്. ഇവിടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. കല്യാണം നടക്കും നിങ്ങൾ ഒറ്റക്കാലിൽ നിന്നാൽ. രണ്ടുപേരും പറയാണ് ഞങ്ങൾ വേറെ ആരെയും വിവാഹം കഴിക്കില്ല, ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഈ പയ്യനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ പക്ഷേ ഇവിടെ മരുമകളും അമ്മായിയമ്മയും മുഖത്തോട് മുഖം നോക്കില്ല, പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ കുറേ വെള്ളം കുടിക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സൊല്യൂഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ കല്യാണം നടക്കും, ഇതാണ് യോഗം. അപ്പോൾ ഇവിടെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ നല്ല പ്രശ്നം ഉണ്ടാവും. സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്സായിരിക്കും. നിങ്ങളുടെ ഈ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ആ പയ്യൻ വിവാഹം കഴിക്കും. അപ്പോൾ ആ പയ്യൻ്റെ അമ്മയായിട്ട് നിങ്ങൾക്ക് നല്ല പ്രശ്നം ഉണ്ടാവും കേട്ടോ. കാരണം അവരുടെ വാക്കിന് എതിരെ നിന്നിട്ടാണ് മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളെ. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും വരുന്ന പെൺകുട്ടിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. അപ്പം നിങ്ങൾ കുറേ അനുഭവിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കെതിരായിട്ടാണ് പോകുന്നത്. അതൊരു വൈരാഗ്യം ഇത് നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടാവും നിങ്ങളോട് കേട്ടോ. രണ്ടുപേരും നേർക്ക് നേരെ നോക്കില്ല, രണ്ടുപേരും രണ്ട് സൈഡിൽ നോക്കൊണ്ടായിരിക്കുന്നത്. ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ് അമ്മ. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറയുമ്പോൾ വളരെ നാക്ക് നല്ല ഷാർപ്പായ ഒരു സ്ത്രീയാണ്. മറ്റേ ഇത് അധികം സംസാരിക്കില്ല, എല്ലാം ഉള്ളിലൊതുക്കുന്നതാണ്. അപ്പോൾ അവർ കുറേ സ്ട്രെസ് വരും മരുമകൾക്ക്, മനസ്സിലായോ? പ്രത്യക്ഷത്തിലൊന്നും കാണില്ലെങ്കിലും ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പോൾ ഈ കുട്ടി എബ്രോഡ് വല്ലതും വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ നിങ്ങൾ കുറേ കഷ്ടപ്പെടും ഇതിനകത്ത് കേട്ടോ. നിങ്ങൾ രണ്ടുപേരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു സൊല്യൂഷനുള്ളൂ. നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം, ഫ്യൂച്ചർ നിങ്ങൾ നോക്കണ്ട. അത് മിക്കവാറും അങ്ങനെയല്ല, നമ്മൾ ഇപ്പോഴത്തെ കാര്യം നോക്കാം, നമുക്ക് കാര്യം നടത്തിയെടുക്കാം, ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം എന്നല്ലേ എല്ലാവരും ചിന്തിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ടങ്ങ് പോകും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഭയങ്കര ബഹളം ഉണ്ടാവും. കൂടെ 3 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മൂന്നും തമ്മിൽ, നിങ്ങൾ നിങ്ങളുടെ അമ്മ ഭാര്യ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ, എങ്ങനെയാണ്, നിങ്ങൾ പെണ്ണോ ആണോ ആരാണോ ഈ വീഡിയോ കാണുന്നത് അറിയില്ല. അപ്പോൾ എന്തായാലും നല്ല ബഹളം ഉണ്ടാവും. 3 പേരും തമ്മിൽ എപ്പോഴും അടിയായിരിക്കുന്നതാണ്. 3 ഓഫ് കപ്സും 5 ഓഫ് വാൻസും ആണ്. 3 പേരും തമ്മിൽ മീൻസ് സ്വരച്ചേർച്ച ഉണ്ടാവില്ല. അമ്മയും മകനും തമ്മിൽ പ്രശ്നമാവും, അല്ലെങ്കിൽ നിങ്ങളും മകനും തമ്മിൽ ചില സമയത്ത് പ്രശ്നം. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ വിവാഹം നടക്കും, ഇത് നിങ്ങളുടെ യോഗമാണ്, നിങ്ങൾ അഡിക്റ്റഡ് ആണ്. അപ്പോൾ പക്ഷേ കല്യാണം നടക്കും, കാരണം നിങ്ങൾക്കിപ്പോൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേര് മരുമകൾ അത്ര ശാഠ്യക്കാരില്ല, പക്ഷെ അമ്മായിമ്മ ഭയങ്കര ശാഠ്യക്കാരിയാണ്. ഇതൊരു തരത്തിലും വിടാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പം ജീവിതകാലം മുഴുവൻ വഴക്കടിച്ചു, അല്ലെങ്കിൽ അമ്മായിമ്മ ആരോ മീൻസ് അവരുടെ ജീവിതകാലം വരെയും നിങ്ങൾ വഴക്കുണ്ടാവും. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. മനസ്സമാധാനം കുറവായിരിക്കും ജീവിതത്തിൽ, എപ്പോഴും വഴക്കുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും മകൻ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിക്കേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിങ്ങളത് നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ കാര്യങ്ങൾ? അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇവിടുത്തെ സോഡിയാക് സൈൻ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ കാര്യമായിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. അക്വേറിയസ് ഉണ്ട്, ക്യാൻസർ, അക്വേറിയസും ക്യാൻസറും ആണ് ഇവിടെ കാണിച്ചത്. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ജനറൽ സോഡിയാക് സൈൻസ് എല്ലാം വരുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് വന്നേക്കുന്നത് ഈ 2 സോഡിയാക് സൈനാണ് കേട്ടോ. അപ്പോൾ അതാണ് ഓക്കെ. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. മൂന്നാമത്തെ യെസ് ഓർ നോ നോക്കാൻ പോവാണ്. അതിന് മുമ്പ് ഓറക്കിൾ മെസ്സേജ് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഭഗവാനെ, ഇവരുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുമായിട്ട് നിങ്ങളുടെ വിവാഹം നടക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ടാണ് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഫാമിലിയിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത് ഈ കല്യാണത്തിൻ്റെ കാര്യം കൊണ്ട്. നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾ കാരണം
നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് അത്ര അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ലേ? നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളും ഈ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളുമായിട്ടുള്ള വിവാഹം നടക്കുമോ ഇതാണ് നോക്കുന്നത്. യെസ് ഓർ നോ ആണ് നോക്കുന്നത്. യെസ് ആണ് വന്നത്. അപ്പോൾ എല്ലാവരുടെയും കല്യാണം നടക്കുമെന്നാണ് പറഞ്ഞത്. 3 റീഡിങ്ങും കല്യാണം നടക്കുമെന്നാണ് പറഞ്ഞത്. ഇത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മ ഫലം പോലെയുള്ള ഒരു സിറ്റുവേഷൻ. ഇതിനും റീകൺസിലിയേഷൻ്റെ കാര്യം വരും. അതുപോലെ തന്നെ ഇതും ഉറങ്ങിക്കിടന്ന ഒരു സിറ്റുവേഷൻ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നും പറയും കേട്ടോ. അപ്പോൾ 3 തരത്തിലുള്ള ഇതാണ്. ഏതാണ് സിറ്റുവേഷൻ? നിങ്ങളുടെ സിറ്റുവേഷൻ കയറിയാൽ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണുള്ളത്? അപ്പം എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളിൽ നിന്ന് വേണമെന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ഇതൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് വല്ലതുമാണോ? നോക്കാം പ്രതിബന്ധങ്ങൾ എന്താണ്. സൺ കാർഡ് ഉണ്ട്. ക്ലാരിറ്റി അല്ലെങ്കിൽ സന്തോഷം, ക്ലാരിറ്റിയാണ് കൂടുതൽ. അതുപോലെ തന്നെ ഇവിടെ പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ ഒരു അഡ്വെഞ്ചർ ലവിങ് എനർജിയാണിത്. ഇവിടെ ഒരു സിംഗിൾ എനർജി. അപ്പോൾ ഇത് കുറച്ച് മെച്യൂർഡ് ആയ ആളാണ്. ഇതൊരു യങ് എനർജി. അപ്പം നിങ്ങൾ കുറച്ച് പ്രായമുള്ള ആളും ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച ഒരു എനർജി. ഭാര്യയെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച്, ഞാൻ മറ്റവരെ ഉപേക്ഷിച്ചെന്ന് ഞാൻ പറയാറില്ല, പറയുന്നത് ശരിയല്ല. കാരണം നമ്മളുടെ ചോയ്സാണത്, മനസ്സിലായി? നമ്മളും കൂടെ ചൂസ് ചെയ്യുമ്പോഴാണ് അതിലൊരു റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒരു സ്ത്രീ ആവാം, സ്ത്രീയുടെ ക്യാരക്ടറുള്ള പുരുഷനാവാം. എന്തായാലും ഇഷ്ടംപോലെ പണമുണ്ട്. ഒരു സിംഗിൾ എനർജിയാണ്. കുറച്ച് മെച്യൂർഡാണ്, യങ് എനർജി അല്ല ഇത്. അതേസമയം ഇത് ഒരു അൺമാരീഡ് എനർജിയാണ്, വളരെ യങ് എനർജിയാണ്. എന്ന് വെച്ചാൽ കുട്ടിയല്ല, ഒരു 10-20-20നും അല്ല 20നും ഒരു 30നും ഇടയ്ക്കുള്ള ഒരു എനർജിയാണ്. ഇത് ഒരു 30ന് കൂടുതൽ എനർജി അല്ല, ഒരു ഏജ് ഉള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എബ്രോഡുള്ളവർ 2 പേരായിരിക്കും, ആരും അറിയാതെ ഒരുമിച്ച് താമസിക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് വിവാഹം ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായോ? കല്യാണം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ എന്താണ്, ഈ പേഴ്സണെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ ഫാമിലിയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സണെ മനസ്സിലായിട്ടുണ്ടാവില്ല. സീക്രറ്റ്സ് കുറേ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വിവാഹയോഗം ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് ഇത് വന്ന് ചേർന്നേക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി പിള്ളേരുള്ള ആളാണോ? അപ്പോൾ നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. 3 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്, ഹാർട്ട് ബ്രേക്ക്. അപ്പോൾ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് വന്നിട്ടാണോ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയിരിക്കുന്നത്? നിങ്ങളൊരു 10 ഓഫ് പെൻറ്റക്കിൾസ് പ്രതീക്ഷിച്ച് ചെന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. അതിൽ നിന്നാണോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്? പ്രതിബന്ധങ്ങൾ ഇതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വേറെ ആരോടും മാരീഡ് ആണ്, പക്ഷെ അവിടെ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങൾ ഹാപ്പിനെസ് പ്രതീക്ഷിച്ച് എന്നിട്ട് അവിടെ ഒട്ടും ഹാപ്പി അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ, ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള പേഴ്സണെ വിവാഹം കഴിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഡിവോഴ്സിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടെ. നിങ്ങൾ മുന്നോട്ട് പോകാൻ റെഡിയാണ്, പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ കുറച്ച് ഇമ്മച്യൂർഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട്, നടക്കുമോ ഇല്ലയോ എന്ന്. കാരണം ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. എന്താണ് ഉദ്ദേശം? പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കുമോ? നിങ്ങളെ വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇവിടെ പ്രശ്നമുണ്ടാകുമോ? ഇതൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ഈ പേഴ്സണെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകുകയാണ്.
പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് നേരൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ പേഴ്സണോട് നിങ്ങൾ ഈ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കൊരു എത്തും പിടിയില്ല. ഇവിടെ ക്യാൻസർ, ലിയോ, ക്യാൻസർ സ്ട്രോങ് ആണ്, ലിയോയും കാണിക്കുന്നുണ്ട്, പിന്നെ ഉള്ളത് സ്കോർപ്പിയോ ആണ്. ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ഈ പ്രതിബന്ധം, ഇതൊരു പ്രതിബന്ധമാണ്. ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. നിങ്ങളോട് ഈ പേഴ്സൺ പറയുന്നില്ല ആ പേഴ്സൻ്റെ സീക്രട്സ് എന്താണെന്നല്ലേ. അപ്പം അധിക കാലമായിട്ടുണ്ടാവില്ല പരിചയപ്പെട്ടിട്ട്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരിക്കും, ലിവിനായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ രണ്ടു പേർക്കും തമ്മിൽ അത്ര കാര്യമായ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിവാഹം കഴിക്കണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രതിബന്ധങ്ങളെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും നോക്കട്ടെ ഭഗവാനെ. പ്രതിബന്ധങ്ങളെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? ഹാർട്ട് ബ്രേക്ക് ആണ് കാണിക്കുന്നത്. നോക്കട്ടെ. ഇത് നിങ്ങൾ ശരിക്കും ഈ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഒരു 10 of Pentacles ആണ് കാണിക്കുന്നത്. ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു മാരീഡ് സിറ്റുവേഷനിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ പേഴ്സൺ. ഞാൻ നിങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഹാർട്ട് ബ്രേക്കിൽ നിങ്ങൾ സ്റ്റക്കാണെന്ന്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരണം നിങ്ങൾ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ടുള്ള വിവാഹം ആ സിറ്റുവേഷൻ സ്മൂത്തായിട്ട് പോവുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ എൻഡ് വരുത്തണം. നിങ്ങൾ അതിൽ സ്റ്റക്കാണ്, അത് അവസാനിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നാലേ ഇവിടെ ഒരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. നിങ്ങൾ ഹാർട്ട് ബ്രേക്കിലാണ്, നിങ്ങൾ ലിവിനിലാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള നിങ്ങൾ മാരേജ് ചെയ്തേക്കുന്ന ആളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കൺഫ്യൂഷൻ ഉണ്ട്. അത് കുട്ടികളുള്ളത് കൊണ്ടാണോ? കാരണം ഇവിടെ ഫാമിലിക്ക് ഇമോഷണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമാണ്, ഫിനാൻഷ്യൽ കൂടുതലെന്നാണ് പറയുന്നത്. നിങ്ങൾ അവിടെ അവരുടെ കൂടെ അല്ല താമസിക്കുന്നത്, ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് വന്ന ഒരു ജോലിക്ക് നോക്കി പുറത്തേക്ക് പോയ ആളായിരിക്കാം. മനസ്സിലായോ? സ്ത്രീ ആയാലും പുരുഷനായാലും എന്തായാലും നിങ്ങളവിടെ ഒരാളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഫാമിലിക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കുട്ടികളുണ്ട്, അപ്പോൾ അവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവാം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെയോ ഭാര്യയുടെ കൂടെയോ കുട്ടികളുള്ളത് കൊണ്ട് കൂടെ നിൽക്കണം എന്നൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ അവിടെ കുട്ടികൾക്ക് അത് അല്ല നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അത് ഭയങ്കര സങ്കടമാകുന്നുണ്ട് നിങ്ങൾ വരാത്തതിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഹാർട്ട് ബ്രേക്കിനൊരു അറുതി വരുത്തണം. നിങ്ങൾ അതിൽ സ്റ്റക്കായിട്ടിരിക്കണം. ഇതിനൊരു തീരുമാനം എടുക്കണം ആദ്യം. എന്നാലേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആളുമായിട്ടുള്ള വിവാഹം നടക്കുകയുള്ളൂ. ഇതിന് നിങ്ങളൊരു അറുതി വരുത്തണം എന്നാണ് പറയുന്നത്. നിങ്ങളൊട്ടും ഹാപ്പി അല്ല, പക്ഷെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കും നിങ്ങൾ നോൺ കമ്മിറ്റഡായിട്ട് തോന്നും. എന്നുവെച്ചാൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്ന് തോന്നും. ആ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് വിടാതെ അത്രയും കാലം ഇപ്പോഴും നിങ്ങൾ കറണ്ട് റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. നിങ്ങൾ അത് വിടാത്തത്രയും കാലം നിങ്ങൾക്ക് ഇതിനൊരു മോചനമില്ല. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളെ പേടിയാണോ? അവർ ഭയങ്കര നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി പോലെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഒരാൾ റിലേഷൻഷിപ്പ് ആണ്, നിങ്ങൾ ഹാപ്പി ആണെന്ന് പറഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണോ നിങ്ങളിങ്ങനെ എന്ത് ചെയ്യണം തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഇതിന്ന് പോകണമെന്നുണ്ട്, പക്ഷേ കുട്ടികളെ തരില്ല, കുട്ടികളെ കാണാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരാൻ വഴിയുണ്ടെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് സ്വരുമയോടെ നിൽക്കുന്നത്. പക്ഷേ അവരോട് നിങ്ങൾ സ്വരുമയോടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണർക്ക് സംശയമുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ പേഴ്സൺ നോക്കുമ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. വിവാഹം കഴിക്കാമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഒരു തീരുമാനം എടുത്താലേ ഇവിടുത്തെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങൾ ഇറങ്ങിപ്പോണം എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പിൽ ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, നിങ്ങൾ ഓൾറെഡി വിവാഹം കഴിച്ചേക്കുന്ന ആളിൽ നിന്ന് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകണം. എന്നാലും നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കാൻ റെഡി ആവണം. നിങ്ങൾക്ക് പേടിയുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്തായാലും ഒരു ഡിസിഷൻ എടുക്കണം.
എന്നാലേ ഇവിടുത്തെ ഈ കല്യാണം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പേഴ്സൺ പോകും. കാരണം ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം നിങ്ങൾ സീരിയസ് അല്ലാന്ന് തോന്നുന്നു. നിങ്ങൾ കമ്മിറ്റഡ് അല്ല ഇതിനകത്ത്. എത്രത്തോളം സ്നേഹം കൊടുത്താലും നിങ്ങൾ അവരോട് അതിലൊരു ഡിസിഷൻ എടുക്കാത്തത്രയും കാലം ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് ഈ പേഴ്സണ് തോന്നാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ, അവർ പറയുന്നില്ലെങ്കിൽ അതിൻ്റേതായ സങ്കടങ്ങൾ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളായിട്ട് തീരുമാനം എടുക്കണം. എന്നാലേ ഇവിടെ ഒരു കല്യാണം നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഏരീസ്, പൈസീസ്, സ്കോർപ്പിയോ, പിന്നെ ക്യാൻസർ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ക്യാൻസറും സ്ട്രോങ് ആണ്. ലിയോ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. സ്കോർപ്പിയോ സ്ട്രോങ് ആണ്. 2 കാർഡ് സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ ഇതാണ് 3 റീഡിങ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.